تبت. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് 40-ാം വയസ്സിലാണ് പ്രവാചകത്വം ലഭിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം സഫ കുന്നിൽ നിന്ന് ആളുകളെ മക്കക്കാരെ വിളിക്കുകയാണ്. ഖുറൈശി സഹോദരന്മാരെ, അബ്ദു മനാഫിന്റെ മക്കളെ, ഹാഷിം കുടുംബമേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയാണ്. അങ്ങനെ വിളി കേട്ടവരൊക്കെ നബിയുടെ അടുത്ത് വന്ന് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ഈ കുന്നിൻ ചെരുവിൽ നിന്ന് ഒരു കുതിര പട്ടാളം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ മറുപടി നൽകുകയാണ്, അതെ, കാരണം താങ്കൾ കള്ളം പറഞ്ഞതായി ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സൂചിപ്പിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ നിശ്ചയിക്കപ്പെട്ടവനാണ് ഞാൻ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അവിടെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞ് അബൂലഹബ് അവിടെ നിന്നും പോവുകയാണ്. എളാപ്പയുടെ സംസാരം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖം തോന്നുകയാണ്, ബുദ്ധിമുട്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമം തോന്നി. അങ്ങനെ ആ സംഭവത്തോടനുബന്ധിച്ചാണ് സൂറത്ത് മസദ് അവതരിക്കുന്നത്. അങ്ങനെ 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പ്രബോധനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബങ്ങളിൽ നിന്നും ആത്മസുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഇസ്ലാമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അങ്ങനെ 30 ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അന്നത്തെ 30 ആളുകൾ. അതിനുശേഷം പരസ്യ പ്രബോധനം അവിടെ ആരംഭിക്കുകയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്, ഫസ്ദഅ ബിമാ തുഅ്മർ വഅഅ്രിദ് അനിൽ മുശ്രിക്കീൻ. കൽപ്പിക്കപ്പെട്ട താങ്കൾ പരസ്യപ്പെടുത്തുക, ബഹുദൈവാരാധികരെ അവഗണിക്കുകയും ചെയ്യുക. അങ്ങനെ നബിക്കെതിരെ ഖുറൈശികളുടെ എതിർപ്പ് വർദ്ധിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളൻ, മാരണക്കാരൻ, ഭ്രാന്തൻ, കവി എന്നൊക്കെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് ചുമലിലെ വസ്ത്രം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്ത് മുറുക്കി വലിച്ചു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ അടുത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവർ വന്ന് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്നിട്ട്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല ഉയർത്താൻ ബുദ്ധിമുട്ടായി, അത് കഴിഞ്ഞില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തൊരാൾ കാർക്കിച്ചു തുപ്പി, മുഖത്തടിച്ചു. അബൂജഹൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലക്കടിച്ചു. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല പൊട്ടി, ചോര ഒഴുകി. എന്നാൽ ഇതൊന്നും, ഈ അക്രമങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിച്ചില്ല. ആളുകളെ ഒത്തുചേർന്ന സ്ഥലത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉത്സവങ്ങള്, ഹജ്ജ് വേളയില്, ഇവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെ അബൂലഹബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാനായി ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. നബി കള്ളനാണെന്നും പുത്തൻ മതക്കാരനാണെന്നും പൂർവിക മതത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന മുഹമ്മദിൽ വഞ്ചിതരാകരുതെന്നും അബൂലഹബ് നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അക്കാലത്തൊരു സന്തോഷമായ ഒരു കാര്യമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹം വിശ്വാസി ആയിരുന്നില്ല. അദ്ദേഹം അറേബ്യയിലെ ഏറ്റവും ധീരനായ ഒരാളായിരുന്നു. അങ്ങനെ ഒരു ദിവസം അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി ചീത്ത പറഞ്ഞു. ഇത് ഹംസ റളിയല്ലാഹു അൻഹു കേട്ടു. ഹംസ റളിയല്ലാഹു അൻഹു അബൂജഹലിനെ തിരിച്ചടിക്കുകയും താൻ മുസ്ലിമായെന്ന് അവരോട് പറയുകയും ചെയ്തു. ഇത് മുസ്ലിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വളരെയധികം ആശ്വാസം നൽകുകയാണ്. അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ
ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പോലെ ഉമർ റളിയല്ലാഹു അൻഹും ഇസ്ലാം സ്വീകരിക്കണം. അതോടെ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായി. അവർ രഹസ്യമായി നമസ്കരിക്കുന്നതൊക്കെ അവർ പരസ്യമായി നമസ്കരിക്കാൻ തുടങ്ങി. കഅബക്ക് അരികിൽ തന്നെ നമസ്കരിക്കാൻ തുടങ്ങി. പ്രവാചകത്വത്തിന്റെ 5-ാം വർഷത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. ഈ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പീഡനങ്ങൾ ശക്തമാക്കിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാൻ തുടങ്ങി. ഇത് മക്കയിലെ പ്രമാണിമാർക്ക് ദേഷ്യം വരികയും അവർ മുഹമ്മദ് നബിനെ വധിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നത് അവർക്ക് വമ്പിച്ച സമ്മാനം നൽകാമെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. അത് ഭയങ്കര ധീരനായിരുന്നു. ഒരാളെയും ഭയപ്പാടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സഈദും ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരം ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയും ദേഷ്യം വന്ന ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയുടെ വീട്ടിലെത്തി. അവിടെ ചില തർക്ക പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ സഹോദരിയുടെ പക്കൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ കേട്ടു. സൂറത്ത് താഹയിലെ കുറച്ച് വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. അത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണമായി. അങ്ങനെ അദ്ദേഹത്തിന്റെ കോപമൊക്കെ അടങ്ങി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഖുറൈശി പ്രമുഖരായ ഉത്ബത്ത്, ഷൈബത്ത്, അബൂ ജഹൽ, അബൂ സുഫിയാൻ എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിരുന്ന അബൂ താലിബിന്റെ അദ്ദേഹം ഖുറൈശികൾക്കിടയിൽ വളരെയധികം ആദരണീയനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലെത്തുകയാണ് ഈ പ്രമാണിമാർക്ക്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾ ഞങ്ങൾക്കിടയിൽ ആദരണീയനാണ്. മുഹമ്മദ് ഞങ്ങളുടെ ദൈവങ്ങളെ തള്ളി പറയുന്നു, പാരമ്പര്യ വിശ്വാസം തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്നു. അത് കാരണം ഞങ്ങളുടെ കുടുംബബന്ധങ്ങൾ മുറിയുന്നു, നാട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്നു. അതിനാൽ താങ്കൾ അവനോട് ഇത് നിർത്താൻ പറയണം. പകരം അവന് ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾ നൽകാം. അത് അവനെ അനുസരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനെ ഇല്ലാതാക്കും. അബൂ താലിബ് അവരെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കുകയാണ്. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുകയാണ്, പ്രിയപ്പെട്ട മൂത്താപ്പ, എന്തു തന്നെ ആയാലും ഞാൻ ഈ പ്രബോധനം നിർത്തുകയില്ല. ഒന്നുകിൽ ഇത് വിജയിക്കണം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ മരിക്കണം. അപ്പൊ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകുകയാണ്, മോനെ, നീ നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്തായാലും അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.